കാലം മുതൽ പ്രവാചകന്മാരിലൂടെ ആരംഭിച്ച് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ തുടങ്ങി അപ്പസ്തോലന്മാരിലൂടെ അത് തുടർന്നു വന്ന് ഇന്നും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വിളിച്ചറിയിക്കുന്ന ഒരു സന്ദേശമാണ് സുവിശേഷം. എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ ഈ നിലയിൽ സുവിശേഷം വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നത്? ഭവനങ്ങളിൽ നേരിട്ട് ചെന്നും വ്യക്തികളോട് നേരിട്ടും അതുപോലെ വിവിധമായിരിക്കുന്ന ഇതുപോലെയുള്ള പൊതുസ്ഥലങ്ങളിലുമൊക്കെ രാത്രി പകൽ വ്യത്യാസം കൂടാതെ സുവിശേഷം അറിയിക്കുന്നതിന്റെ പ്രധാനമായ കാരണം ഒന്ന്, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പനയാണ്. തന്റെ ശിഷ്യന്മാർക്ക് അന്ത്യ നിയോഗമെന്ന നിലയിൽ താൻ ഏൽപ്പിച്ചു കൊടുത്ത ഒരു കൽപ്പനയാണ് ലോകത്തിന്റെ അങ്ങോളം പോയി സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. രണ്ടാമത്, യേശു ക്രിസ്തുവിന് മുന്നോടിയായി വന്ന സ്നാപക യോഹന്നാൻ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുക എന്നുള്ളത് പഴയ നിയമ പ്രവാചകന്മാരെല്ലാവരും തന്നെ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ സന്ദേശമാണ്. സ്നാപക യോഹന്നാനിലൂടെ അത് തുടർന്നു. കർത്താവായ യേശു ക്രിസ്തുവും തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഒരിക്കൽ കൂടി ആ വാക്യം പറയാം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇതേ ആശയം തന്നെയാണ് അപ്പസ്തോലന്മാര് ഈ ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളം അവർ വിളിച്ചറിയിച്ചത്. അവരും പറഞ്ഞു, ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. ദൈവത്തിന്റെ ഒരു കൽപ്പനയും ദൈവത്തിന്റെ ആഗ്രഹവുമാണ് സകല മനുഷ്യരും മാനസാന്തരപ്പെടണം എന്നുള്ളത്. എന്താണ് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത്? അനേകരും ചിന്തിച്ചു വച്ചിരിക്കുന്നത് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് ഏതെങ്കിലും പാപവഴികളിൽ തുടരുന്നുണ്ടെങ്കിൽ ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുകവലിക്കുന്നവരാണെങ്കിൽ അതിന്റെ എണ്ണം കുറയ്ക്കുക, മദ്യപിക്കുന്നവരാണെങ്കിൽ ഒരു കുറച്ച് ദിവസത്തേക്കിന് മദ്യപിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തീർത്ഥാടന സ്ഥലങ്ങളിലേക്ക് പോകുക, ഇതൊക്കെ ഒരു മാനസാന്തരത്തിന്റെ അനുഭവമായിട്ട് പറയാറുണ്ട്. വാക്കിന്റെ അർത്ഥത്തിൽ മനസ്സിന് വരുന്ന മാറ്റമാണ് മാനസാന്തരം. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്ന മാനസാന്തരം ആ നിലയിലുള്ളതല്ല. പിന്നെയോ, ജീവനുള്ള സത്യദൈവത്തെ വിട്ടകന്ന് മനുഷ്യവർഗം ഒന്നാകെ പാപത്തിനടിമപ്പെട്ട്, സാത്താൻ അടിമപ്പെട്ട് പാപത്തിന്റെ വഴികളിൽ നടക്കുകയാണ്. അത് ചെന്ന് അവസാനിക്കുന്നത് നിത്യനാശത്തിലായിരിക്കും. ആ നിത്യനാശത്തിലേക്ക് പോകാതെ മനുഷ്യൻ ഈ ലോകത്തിലും അവന്റെ മരണാനന്തരമുള്ള ജീവിതത്തിലും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടി, ദൈവത്തോടുകൂടി ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടി ജീവനുള്ള സത്യദൈവത്തിലേക്ക് മടങ്ങി വരിക. പാപവഴികൾ ഉപേക്ഷിച്ച്, അന്യ ദൈവങ്ങളെ ഉപേക്ഷിച്ച് ജീവനുള്ള സത്യദൈവത്തിലേക്ക് മടങ്ങി വരുന്നതാണ് മാനസാന്തരം. അതിന് കർത്താവ് ആദ്യം പറഞ്ഞൊരു വാക്കിതാണ്, കാലം തികഞ്ഞു. കാലം തികഞ്ഞു. എന്താണ് കാലം തികഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഒരു 18 മാസം കൊണ്ട് അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് കായ്ക്കുന്ന ഒരു തെങ്ങും തൈ നമ്മൾ വെച്ചു എന്ന് കരുതുക. 3 വർഷം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞിട്ടും അത് കായ്ക്കുന്നില്ല എങ്കിൽ നമ്മൾ പറയും, എന്റെ പൊന്നു തെങ്ങും തൈയെ, നീ കായ്ക്കുവാനുള്ള, ഫലം പുറപ്പെടുവിക്കുവാനുള്ള കാലം കഴിഞ്ഞിരിക്കുന്നു. ഒരു സ്ത്രീ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ പറയുന്ന ഏകദേശം 9 മാസവും 9 ദിവസവും കഴിയുമ്പോൾ ആ സ്ത്രീ പ്രസവിക്കണം. 10 മാസം കഴിഞ്ഞ് 12 മാസം കഴിഞ്ഞിട്ട് പ്രസവിക്കാതിരിക്കുന്നില്ല. അങ്ങനെ വന്നാൽ, അല്ലെങ്കിൽ പ്രസവം 9 മാസം കഴിയുമ്പോൾ നാം പറയും പ്രസവത്തിനുള്ള സമയമായി, പ്രസവത്തിനുള്ള കാലമായി. അതുപോലെ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, കാലം തികഞ്ഞിരിക്കുന്നു. കാലം തികഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് കാലം തികയുക? ഒരു കൊച്ചു കുഞ്ഞിനോട് നമ്മളാരും സുവിശേഷം പറയാറില്ല. കാരണം കേൾക്കുന്നതിനെ വിവേചിച്ചൊരു തീരുമാനം എടുക്കുവാൻ കഴിയുകയില്ലാത്തത് കൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനോട് നമ്മൾ സുവിശേഷം പറയാറില്ല.
അതുപോലെ തന്നെ മൃഗങ്ങളോട് സുവിശേഷം പറയാറില്ല. അതുപോലെ ജന്മനാൽ തന്നെ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ മാനസികമായി രോഗങ്ങളുള്ളവരോട്, അല്ലെങ്കിൽ മന്ദബുദ്ധികളായിരിക്കുന്നവരോട്, അല്ലെങ്കിൽ ജീവിതത്തിൽ കേട്ട് ഗ്രഹിച്ച് തീരുമാനമെടുക്കാൻ കഴിയാത്തവരോട് ഒരിക്കലും സുവിശേഷം പറയാറില്ല. കാരണം ഒരു തീരുമാനമെടുക്കുവാൻ അവർക്ക് കഴിയുകയില്ല. എന്നാൽ വിവേചന ശക്തിയുള്ള, തീരുമാനമെടുക്കുവാൻ കഴിവുള്ള, കേൾക്കാനും ഗ്രഹിക്കാനും വിവേചിക്കാനും തീരുമാനമെടുക്കുവാനും കഴിയുന്ന മനുഷ്യനോട് ദൈവം അരുളി ചെയ്യുകയാണ്, കാലം തികഞ്ഞിരിക്കുന്നു, കാലം തികഞ്ഞു, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക, പാപവഴികളെ ഉപേക്ഷിച്ച് ജീവനുള്ള ദൈവത്തിലേക്ക് നീ മടങ്ങി വരിക. പ്രിയമുള്ളവരെ, നമ്മുടെ ചില ശവസംസ്കാര ശുശ്രൂഷകളിൽ കേൾക്കുന്ന ഒരു ഗാനമുണ്ട്. ആ ഗാനത്തിന്റെ ആശയം ഇങ്ങനെയാണ്: സന്ധ്യയായ ഒരു സമയത്ത് ചെന്തി പോലൊരു മാലാഖ എന്റെ അടുക്കൽ വന്ന് എന്റെ മരണത്തിന്റെ സന്ദേശം എന്നെ അറിയിച്ചു. ഞാനത് കേട്ട് നടുങ്ങി, മനമിടറിപ്പോയി, പേടി വളർന്ന് എന്റെ സ്വരമിടറിക്കൊണ്ട് ഞാൻ ആ ദൂതനോട് പറഞ്ഞു, ഞാൻ ഒരല്പസമയം ഒരുങ്ങട്ടെ, എനിക്കൊരല്പസമയം തരണം. എന്നാൽ ദൂതന പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലിൽ തന്നില്ല. നാഥ, നീതാൻ അവലംബം. പ്രിയമുള്ളവരെ, മരിച്ചതിന് ശേഷം നമുക്ക് പിന്നീട് ഒരു അവസരം ദൈവം തരുന്നില്ല. നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റുമോ? ആ പാട്ടിൽ പറയുന്നത് പോലെ നമുക്ക് സമയം തന്നില്ല എന്ന് പറയുവാൻ സാധിക്കുമോ? ഏകദേശം ഒരു 12, 13, 14 വയസ്സാകുമ്പോൾ നമുക്ക് കേൾക്കാനും ഗ്രഹിക്കാനും തീരുമാനമെടുക്കുവാനുമുള്ള പ്രായമായി. അന്ന് മുതൽ തോന്നിയതുപോലെ നമ്മൾ നടക്കുകയാണ്. എന്നെ ജയിക്കുവാൻ ആരുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ തോന്നിയതുപോലെ ജീവിക്കുകയല്ലേ? പുകവലിയില്, മദ്യപാനത്തില്, മറ്റനേക വെറിക്കൂത്തുകളില്, അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കാണുന്ന ലഹരി മരുന്നുകളില്, സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇതിനൊക്കെ അടിമപ്പെട്ടു പോകുകയല്ലേ? അവരൊക്കെ ദൈവവിശ്വാസികളല്ലാത്തത് കൊണ്ടല്ല, അവരൊക്കെ ഏതെങ്കിലും മതങ്ങളിലോ സഭകളിലോ ഒക്കെ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ അവരെ ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ, ദൈവഭയമുള്ള ഒരു കുഞ്ഞുങ്ങളായി വളരുവാൻ അവർക്ക് ഇടയാകുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ്? അവർ പാപികളാണ്, പാപത്തിന് അടിമപ്പെട്ടവരാണ്. കർത്താവായ യേശുക്രിസ്തു വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, പാപം ചെയ്യുന്നവനൊക്കെയും പാപത്തിന്റെ ദാസനാകുന്നു. അതായത് പാപം അവന്റെ യജമാനനാണ്. യജമാനൻ പറയുന്നതേ ദാസന് ചെയ്യാൻ പറ്റുകയുള്ളൂ. രാവിലെ ഭവനത്തിൽ നിന്ന് ഭാര്യയുടെയും പിള്ളേരുടെയും തലയെ കൈവച്ച് ഞാൻ മദ്യപിക്കുകയില്ല എന്ന് സത്യം ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ മനുഷ്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയും കഴിഞ്ഞ് വരുമ്പോൾ മദ്യപിക്കാതിരിക്കാൻ അവന് കഴിയുന്നില്ല. മദ്യം കാണുമ്പോൾ അടിമപ്പെട്ടു പോകുന്നു, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നു. അവന് പാപം ചെയ്യാതിരിക്കാൻ സാധിക്കുന്നില്ല. ഇന്ന് നമുക്കറിയാം ഏതൊക്കെ നിലകളിലുള്ള പാപമാണ് നാം ചെയ്തു കൂട്ടുന്നത്. വ്യാപകലില്ലാതെ ചിന്തയിലും പ്രവൃത്തിയിലും സംസാരത്തിലും നാം പാപം ചെയ്യുകയാണ്. സഹോദരനെതിരായിട്ട് കേസ് കൊടുക്കുന്നു, അതിന് തർക്കം. 1 സെന്റ് ഭൂമിക്ക് വേണ്ടി, 1 അടി സ്ഥലത്തിന് വേണ്ടി സഹോദരനെതിരായി കേസ് കൊടുത്തിരിക്കുകയല്ലേ? സെൻട്രൽ ജയിലിന്റെ മതിലുകൾ പോലെ മതിലുകൾ തീർത്ത് എന്റെ വസ്തു, ഞാൻ കരം കെട്ടുന്ന വസ്തു, ഇത് എന്റെ വസ്തുവാണ് എന്ന് പറഞ്ഞ് നമ്മൾ തർക്കിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ എന്റെ വസ്തു എന്ന് പറയുന്നത് ഇന്നലെ മറ്റൊരാളുടേതായിരുന്നു. നൂറ്റാണ്ടുകളായിട്ട് നാം പുറകോട്ട് ചിന്തിച്ചാൽ ഇന്ന് എന്റേതാണ് എന്ന് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഇന്നലെ മറ്റൊരാളിൻ്റെതായിരുന്നു, നാളെ അത് മറ്റൊരാളിൻ്റെതായിട്ട് മാറും. അല്ലെങ്കിൽ ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഈ പാപവഴികൾ ഉപേക്ഷിച്ച് ദൈവത്തിങ്കലേക്ക്, ജീവനുള്ള ദൈവത്തിങ്കലേക്ക് നാം മടങ്ങി വരണം. അതാണ് മാനസാന്തരം. അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളോട് കർത്താവായ യേശുക്രിസ്തുവിന് ദൈവത്തിന് പറയുവാനുള്ളത്, കേൾക്കാനും ഗ്രഹിക്കാനും തീരുമാനമെടുക്കുവാനും നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സമയമായിരിക്കുന്നു. നിങ്ങൾ ഈ സുവിശേഷ സന്ദേശം കേൾക്കണം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് മടങ്ങി വരണം. പിന്നീട് കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞത്, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. എന്താണ് പ്രിയമുള്ളവരെ സുവിശേഷം? ആ ഗുഡ് ന്യൂസ് എന്താണ്? ആ നല്ല വാർത്ത എന്താണ്? നമുക്കറിയാം, മനുഷ്യൻ പാപിയാണ് എന്നുള്ളത് എല്ലാ മനുഷ്യർക്കും അറിയാം. എല്ലാ മനുഷ്യനും അവന്റെ മനസ്സാക്ഷിയിൽ അറിയാം, ഞാൻ ചെയ്തിരിക്കുന്നത്, ജീവിച്ചിരിക്കുന്നത് പാപത്തിലാണ് ഞാൻ ചരിക്കുന്നത് എന്ന് അവന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണല്ലോ നമ്മള്
ദേവാലയങ്ങളിൽ പോകുന്നത്, പ്രാർത്ഥിക്കുന്നത്, നോമ്പ് നോക്കുന്നത്, ഉപവാസം എടുക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം ഞാൻ പാപിയാണ് എന്ന് വിളിച്ചു പറയുകയാണ്. നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്: പാപിയായ എന്നോട് കരുണ തോന്നണമേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ. നാം പാപിയാണെന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ കരുണ കാണിക്കുവാൻ ദൈവം 24 മണിക്കൂറും 365 ദിവസവും ഈ സർവ്വ കരുണാസമ്പന്നനായിരിക്കുന്ന ദൈവം തൽപരനാണ്. പക്ഷേ പരിശുദ്ധനായിരിക്കുന്ന, നീതിമാനായിരിക്കുന്ന, തന്റെ സകല പ്രവൃത്തികളിലും നീതിമാനായിരിക്കുന്ന ദൈവം പാപിയെ സ്നേഹിക്കുന്നുവെങ്കിലും പാപത്തെ വെറുക്കുന്നു. പാപത്തിന് അതിന്റെ ശിക്ഷയുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, പത്രധാരയിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും സ്ത്രീകളെ വിചാരം ചെയ്തല്ലേ അവരെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ അവന് തക്കതായിരിക്കുന്ന ശിക്ഷ കൊടുക്കണം, അവന് നീതി കിട്ടണം, ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്ന് നമ്മൾ പറയും. അതായത് അവന് വധശിക്ഷ കൊടുക്കണം, മരണശിക്ഷ കൊടുക്കണം. നമ്മളൊക്കെ വാദിച്ചല്ലോ, ഗോവിന്ദസ്വാമിക്ക് മരണശിക്ഷ കോടതി വിധിച്ചു, അത് ശരിയായ വിധിയാണെന്ന് നമ്മൾ പറഞ്ഞു. ആ സ്ത്രീക്ക് നീതി കിട്ടി. എന്നാൽ മേൽക്കോടതി അത് ജീവപര്യന്തമാക്കിയപ്പോ നാം പറഞ്ഞു ആ വിധി തെറ്റാണ്. ആ പെൺകുട്ടിക്ക് നീതി കിട്ടണമെങ്കിൽ ഗോവിന്ദസ്വാമിക്ക് മരണശിക്ഷ കൊടുക്കണം. നാം അറിയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്: പാപം ചെയ്തവൻ മരണശിക്ഷയ്ക്ക് യോഗ്യനാണ്. അങ്ങനെയാണെങ്കിൽ ഗോവിന്ദസ്വാമി മാത്രമല്ല, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, നിങ്ങളെ തന്നെ വിധിച്ചു നോക്കുക. നിങ്ങൾക്ക് മരണശിക്ഷയല്ലേ കിട്ടേണ്ടത്? നാം ചെയ്തിരിക്കുന്ന അനേക പാപങ്ങളും ആരും കണ്ടിട്ടില്ല, ഇരുട്ടത്ത് ചെയ്തതാണ്, ആരും അറിയാതെ ചെയ്തതാണ്, അല്ലെങ്കിൽ 4 ചുവരുകൾക്കുള്ളിൽ ചെയ്തതാണ്. അതുകൊണ്ട് ആരും കണ്ടിട്ടില്ല, പിടിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പാപങ്ങളെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ അവൻ ശോധന ചെയ്യുന്നുണ്ട്. ദൈവത്തിന് നിങ്ങളെ നന്നായി തൂക്കുവാൻ അറിയാം. അതുകൊണ്ട് സ്വന്തം മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ ചെയ്തു കൂട്ടിയിരിക്കുന്ന പാപത്തിന് എന്താണ് ശിക്ഷ? നിങ്ങൾ തന്നെ പറയുന്നു, നീതി കിട്ടണമെങ്കിൽ മരണശിക്ഷ അനുഭവിക്കണം. അതാണ് പ്രിയമുള്ളവരെ ബൈബിൾ പറയുന്നത്: പാപത്തിന്റെ ശമ്പളം, പാപത്തിന്റെ വേതനം മരണമത്രേ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. രാവിലെ മുതൽ വൈകുന്നത് വരെ നമ്മൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് ശമ്പളം മേടിക്കാനാണ്. ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത് തോന്നിയതുപോലെ ജീവിക്കുവാനല്ല. പിന്നെയോ, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ ചെയ്യുന്ന പ്രവൃത്തികൾക്കടുത്ത ശിക്ഷാവിധി നമ്മുടെ മരണത്തിന് ശേഷമുണ്ടാകും. അതുകൊണ്ടാണ് ആ സംസ്കാര ശുശ്രൂഷയിൽ ജീവിച്ചിരിക്കുന്നവർ പ്രാർത്ഥിച്ചത്: സമയം തെല്ലും തന്നില്ല നാഥാതീതാൻ അവലംബം, നീയാണ് ഈ ആശ്രയം. ദൈവത്തിൽ ആശ്രയിച്ചിട്ട് മരിച്ചു പോയതിനു ശേഷം ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമുക്കറിയാം, ബൈബിളിലെ ഒരു സംഭവം കഥയൊക്കെ പറയുന്നുണ്ട്, ധനവാന്റെ ലാസറിന്റെ കഥ. അതിൽ ആ ധനവാനായ മനുഷ്യൻ അബ്രഹാം പിതാവിനോട് അപേക്ഷിക്കുകയാണ്: ഒരു തുള്ളി വെള്ളം, ലാസറിന്റെ വിരല് വെള്ളത്തിൽ മുക്കി ഒരു തുള്ളി വെള്ളം എന്റെ നാവ് തണുപ്പിക്കാൻ തരണമെന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തിന് കൊടുത്തില്ല. നീ ജീവിച്ചിരുന്നപ്പോൾ നീ അവിടെ സുഖസമൃദ്ധമായിട്ട് ജീവിച്ചു. നിന്റെ ധനം നിന്റെ സുഖഭോഗത്തിന് വേണ്ടി നീ ഉപയോഗിച്ചു. അതുകൊണ്ട് നീ ഇപ്പോൾ ഇവിടെ ശിക്ഷിക്കപ്പെടുന്നു. രണ്ടാമത് പറഞ്ഞ ഒരു കാര്യം: എനിക്ക് ഈ ഭൂമിയിൽ 5 സഹോദരന്മാരുണ്ട്. അവരെ രക്ഷിക്കാൻ വേണ്ടി, അവർ ഈ യാത്രാസ്ഥലത്ത് വരാതിരിക്കുന്നതിന് വേണ്ടി, ഈ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ലാസറിനെ അവിടേക്ക് അയച്ച് ഈ വിവരം ഒന്ന് പറയണം. അതിന് യേശുക്രിസ്തു പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ലാസറല്ല, അവിടെ ജീവിച്ചിരിക്കുന്ന, അവിടെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനമുണ്ട്, ബൈബിളുണ്ട്. ആ വിശുദ്ധ വചനം കേട്ട് വിശ്വസിക്കുന്നവന് മാത്രമേ നിത്യജീവൻ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് മരിച്ചു പോയതിനു ശേഷം എനിക്ക് സമയം കിട്ടിയില്ല എന്നോ ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞിട്ടും യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ കേട്ട് ഗ്രഹിച്ച് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഈ കാലത്ത് യേശുക്രിസ്തു പറയുന്നു: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. എന്താണ് സുവിശേഷം? കർത്താവായ യേശുക്രിസ്തുവാണ് സുവിശേഷം. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഈ 2000 വർഷമായിട്ടും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഏറ്റവും സന്തോഷത്തോടുകൂടെ തന്റെ വിശ്വാസികള്, തന്റെ അനുയായികള് പ്രസംഗിക്കുന്ന വിഷയമാണ് യേശുക്രിസ്തുവിന്റെ മരണം. ലോകത്തിൽ ആരുടെ മരണത്തെ ഘോഷിച്ചുകൊണ്ട് നടക്കാറില്ല. അതൊക്കെ മരണമെന്ന് പറയുന്നത്
ഏറ്റവും ദുഃഖകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മരണത്തെ സന്തോഷത്തോടുകൂടെ ഘോഷിക്കുന്നുണ്ടെങ്കിൽ, ലോകത്തെ വിളിച്ചറിയിക്കുന്നുണ്ടെങ്കിൽ, അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെയാണ്. യേശുക്രിസ്തു എന്തുകൊണ്ടാണ് മരിക്കേണ്ടി വന്നത്? നമ്മൾ ഓർത്തതുപോലെ പാപത്തിന്റെ ശമ്പളം മരണമാണ്. അതായത് ഞാൻ പാപം ചെയ്ത് എന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയെങ്കിൽ ആ ജീവന് പകരം ഒന്നും കൊടുക്കുവാനില്ലാത്തത് കൊണ്ട് എന്റെ നേർച്ച കാഴ്ചകളില്, എന്റെ ഉപവാസത്തില്, എന്റെ നോയമ്പില്, എന്റെ അനുഷ്ഠാനങ്ങളിൽ, ആചാരങ്ങളില് ദൈവം പ്രസാദിക്കുന്നില്ലാത്തത് കൊണ്ട് എന്റെ പാപത്തിന് ശിക്ഷ ഞാൻ അനുഭവിച്ചേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ എത്ര നന്നായി ജീവിച്ചു എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയും മരണാനന്തരം ജീവിച്ചിരിക്കുന്നവരും മരണാനന്തര ക്രിയകൾ നടത്തുന്നത്. നമുക്കറിയാം, ഇദ്ദേഹം എത്ര നല്ലവനായിട്ട് ജീവിച്ചാലും പാപത്തിന്റെ ശിക്ഷയുണ്ട്. അതിനോ നമ്മൾ പ്രാർത്ഥിക്കും, ഈ ആത്മാവിന് നിത്യശാന്തി നൽകണമേ. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും, എത്രയെല്ലാം ആചാരങ്ങൾ നമ്മൾ ചെയ്താലും വീണ്ടും പ്രാർത്ഥിക്കും, ഈ ആത്മാവിന് നിത്യശാന്തി നൽകണമേ. അതായത് ഇതുവരെയും നിത്യശാന്തി കിട്ടിയിട്ടില്ല. നാം എന്താണ് ചെയ്യേണ്ടത്? അതുകൊണ്ട് മനുഷ്യവർഗത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി, പാപികളായി തീർന്ന മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി, പാപത്തിന് അടിമപ്പെട്ടു പോയ മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം മനുഷ്യനായി അവതരിച്ചു. അതാണ് യേശുക്രിസ്തു. ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു എല്ലാവർക്കും, കുട്ടികൾക്ക് A+ കൊടുക്കാൻ, ജയിച്ചവർക്ക് വിസ കൊടുക്കാൻ, അല്ലെങ്കിൽ സാമ്പത്തിക അടങ്ങൾ തീർക്കാൻ, രോഗങ്ങൾ തീർക്കാൻ ഈ ലോകത്തിലേക്ക് വന്നവനല്ല. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് ദൈവം മനുഷ്യനായി അവതരിച്ചപ്പോൾ അനേക രോഗികളെ, തന്റെ അടുക്കൽ വന്ന രോഗികളെ സൗഖ്യമാക്കി. ആ പിശാചുബാധിതരെ, ആ പിശാചിൽ നിന്ന് അവരെ സ്വതന്ത്രരാക്കി. താന് കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകി. കടലിന്റെ മുകളിൽ കൂടെ നടന്നു. താന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അതുപോലെ തന്നെ താൻ അപ്പത്തെ വർദ്ധിപ്പിച്ചു. ഇതെല്ലാം താൻ ചെയ്തു. എന്തിനു വേണ്ടി? പഴയ നിയമ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തവൻ, വരാനിരിക്കുന്നവൻ ഞാൻ തന്നെയാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി, സാക്ഷാൽ ദൈവപുത്രൻ എന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി താൻ ഇതൊക്കെ ചെയ്തു. ഞാൻ അതിനു വേണ്ടി വന്നവനല്ല. യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? ഞാൻ വന്നിരിക്കുന്നത് പാപികളെ രക്ഷിപ്പാനാണ്, നീതിമാന്മാരെ തേടിയല്ല, പാപികളെ രക്ഷിപ്പാൻ അത്ര ഞാൻ വന്നിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു ആരോപണം അവൻ പാപികളോടും ചുങ്കക്കാരോടും കൂടെ തിന്നുകുടിക്കുന്നു എന്നുള്ളതായിരുന്നു. കാരണം എപ്പോഴും തന്റെ ചുറ്റുമുണ്ടായിരുന്നത് സമൂഹത്തില് ദുർവൃത്തിയിൽ ജീവിച്ചിരുന്ന, മോശമായ സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന, പാപികളെന്ന് മുദ്ര കുത്തപ്പെട്ടിരുന്ന ആളുകളായിരുന്നു ക്രിസ്തുവിന്റെ കൂടെ ഉണ്ടായിരുന്നവർ. അവർക്കൊക്കെ യേശുക്രിസ്തു പാപമോചനം നൽകി, അവരെയൊക്കെ സൗഖ്യമാക്കി, അവരെയൊക്കെ പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് അവരെയൊക്കെ വിടുവിച്ചു. എന്നാൽ യേശുക്രിസ്തു അങ്ങനെ ചെയ്തിട്ട് പറഞ്ഞത് ഇതാണ്, ഞാൻ പാപികളെ രക്ഷിപ്പാനാണ് വന്നിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ അനേകർക്ക് വേണ്ടി എന്റെ ജീവനെ കൊടുക്കുവാൻ ആണ് ഞാൻ വന്നിരിക്കുന്നത്. മരിക്കാൻ ഈ ലോകത്തിലേക്ക് വന്നു എന്ന് പറയുന്നത് യേശുക്രിസ്തു മാത്രമാണ്. നമ്മളാരും മരിക്കാൻ വേണ്ടി ലോകത്തിലേക്ക് വന്നതല്ല. മരിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. പക്ഷെ മരിക്കാൻ വേണ്ടിയല്ല ലോകത്തിലേക്ക് വന്നത്. മരിക്കാൻ നമുക്ക് ആഗ്രഹവുമില്ല. എങ്ങനെയെങ്കിലും 1 മണിക്കൂറോടെ ജീവിച്ചിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ രക്ഷയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതുമ്പോഴും 1 മണിക്കൂറോടെയെങ്കിലും ആ വെന്റിലേറ്ററിൽ വെച്ചെങ്കിലും ഒന്ന് ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, മരണത്തെ നമ്മൾ തേടിപ്പോവുകയല്ല. നാം മരണത്താൽ വിധിക്കപ്പെട്ടവരാണ്, മരണത്താൽ പിടിക്കപ്പെട്ടവരാണ്. ഇന്ന് ഉറങ്ങി കിടന്നാല് നേരം വെളുക്കുമ്പോൾ എഴുന്നേൽക്കുമോ എന്ന് നമുക്കൊരു നിശ്ചയവുമില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചു, വാർത്തയിലൊക്കെ നിറഞ്ഞു നിന്ന, നമ്മളെ വളരെ സങ്കടപ്പെടുത്തിയ ഒരു സംഭവമാണല്ലോ വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടല്. തലേ ദിവസം രാത്രിയില് പകലിന്റെ അധ്വാനം മുഴുവൻ കഴിഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങിയവര്, ലക്ഷങ്ങൾ വീട്ടിൽ സമ്പാദിച്ചു വച്ചിരിക്കുന്നവര്, ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം സമ്പാദിച്ചു വച്ചിരിക്കുന്നവര്, ഏറ്റവും നല്ല മനോഹരമായ വീടുകൾ പണിത് ജീവിക്കുന്നവര്, അങ്ങനെ ഏതെല്ലാം നിലയിൽ ആയിരുന്നവര് രാത്രിയിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി. പക്ഷെ നേരം വെളുത്തപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ 1 സെക്കൻഡ് കൊണ്ട് ഈ ലോകത്തോട് അവർ യാത്ര പറഞ്ഞു. നമ്മൾ വായിക്കുന്നത്, നമ്മുടെ തൊട്ടു മുമ്പില് മരണമെന്ന് പറയുന്ന മരണത്തിന്റെ കരാളഹസ്തങ്ങൾ നമുക്കുണ്ട്.
അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, ആ മരിച്ചു കിടക്കുന്ന ആളിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാടുന്നത്. സന്ധ്യയായ സമയത്ത് ചിന്തി പോലൊരു മാലാഖ മരണത്തിന്റെ സന്ദേശവുമായി വന്നു. ഒരു നിമിഷം ഒരുങ്ങാൻ തരണമെന്ന് പറഞ്ഞിട്ട് ഒരു നിമിഷം പോലും തരാതെ മരണത്തിന്റെ കരങ്ങളാൽ ഞാൻ പിടിക്കപ്പെട്ടു എന്ന് ആ പാടുന്നത്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് മരിക്കാൻ വേണ്ടി തന്നെ. മരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആർക്കു വേണ്ടി മരിക്കുവാൻ? മരണത്തിന് യാതൊരു അധികാരവുമില്ലാത്ത പാപം ചെയ്യാത്തവനായ യേശുക്രിസ്തു, ദൈവം മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് മനുഷ്യവർഗത്തിന്റെ പാപം താൻ ഏറ്റെടുത്തു. നാം ഓരോരുത്തരും ചെയ്ത രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസം കൂടാതെ നമ്മുടെ ഹൃദയത്തിലെ ഹൃദയവിചാരങ്ങളാൽ, സംസാരത്താൽ, പ്രവൃത്തിയാൽ നാം ചെയ്ത പാപങ്ങള് നമ്മുടെ സ്വന്തം ഭാര്യയ്ക്ക് പോലും, മക്കൾക്ക് പോലും, ഭർത്താവിന് പോലും, മാതാപിതാക്കന്മാർക്ക് പോലും അറിയത്തില്ലാത്തതായ ആ രഹസ്യ പാപങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. ആ പാപങ്ങളൊക്കെ യേശുക്രിസ്തു ഏറ്റെടുത്തു. ജീവന് പകരം ജീവൻ എന്ന പ്രമാണം വെച്ചുകൊണ്ട് യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി തന്റെ ജീവനെ കൊടുത്തു. താൻ കാൽവരിയിലെ ക്രൂശിൽ ഏറ്റവും നിന്ദ്യമായിരിക്കുന്ന റോമൻ നിയമമനുസരിച്ചുള്ള ആ മരത്തിന്മേൽ തൂങ്ങിയുള്ള മരണം ക്രിസ്തു അനുഭവിച്ചു. കഷ്ടാനുഭവത്താൽ തികഞ്ഞവനായി തന്റെ അവസാനമുള്ള രക്തവും ആ ജീവനും താൻ ഈ മനുഷ്യവർഗത്തിന് വേണ്ടി കൊടുത്തു. അവനെ റോമൻ മുദ്ര വെച്ച കല്ലറയിൽ അടക്കി യേശുക്രിസ്തു നേരത്തെ പറഞ്ഞിരുന്നത് പോലെ താൻ ജീവിച്ചിരിക്കുമ്പോൾ അനേക പ്രാവശ്യം പറഞ്ഞിരുന്നത് പോലെ തന്നെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. അത് കൊല്ലാൻ ഉപയോഗിച്ച യഹൂദന്മാര് ഏറ്റവും ഭയപ്പെട്ടു അവന്റെ ആ വാക്യങ്ങള്. അതുകൊണ്ട് റോമൻ പടയാളികളെയും യഹൂദ പടയാളികളെയും ആ കല്ലറയ്ക്ക് കാവൽ നിർത്തി 3 രാവും 3 പകലും ആ കല്ലറയ്ക്ക് റോമൻ പടയാളികൾ കാവൽ നിന്നു. റോമൻ പടയാളികൾ കാവൽ നിന്നത് എന്തിനാണെന്ന് അറിയാമോ? മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പോകാതിരിക്കാൻ. മരിച്ച ഒരാള് എഴുന്നേറ്റ് പോകാതിരിക്കാൻ ഇന്ന് വരെ ഒരു പോലീസുകാരനും കാവൽ നിന്നിട്ടില്ല. അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായിരിക്കുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ പടയാളികള് മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പോകാതിരിക്കാൻ കാവൽ നിൽക്കുകയാണ്. എന്നാൽ ആ കല്ലറകളെ ഭേദിച്ചുകൊണ്ട്, റോമൻ മുദ്രകളെ പൊട്ടിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇന്നും ജീവിക്കുന്നു. യേശുക്രിസ്തുവിന്റെ മരണത്തെ പ്രസംഗിക്കുന്നതിന്റെ അത് ഏറ്റവും സന്തോഷമായിരിക്കുന്നതിന്റെ കാരണം, ഒന്ന്, അത് നമ്മുടെ പാപത്തിന് പരിഹാരമാണ്. യേശുക്രിസ്തുവിന്റെ മരണം നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമാണ്. 2, യേശുക്രിസ്തു മരിച്ചു മൺമറഞ്ഞു പോയവനല്ല. പിന്നെയോ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് 40 ദിനരാത്രങ്ങള് തന്റെ ശിഷ്യന്മാരോടുകൂടെ തിന്നുകുടിച്ച് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിച്ചു കൊടുത്തതിന് ശേഷം 40-ാം ദിവസം അവർ നോക്കി നിൽക്കെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. പ്രിയമുള്ളവരെ, ഞങ്ങളെ കേൾക്കുന്ന ശ്രദ്ധിക്കുന്നവരെ, മനസ്സാക്ഷി കുത്തുകൊണ്ട് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് മനസ്സാക്ഷി കുത്തോടുകൂടി ജീവിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ ഒരാചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും സമാധാനം തരുവാൻ കഴിയുകയില്ല. മനസ്സാക്ഷി നിങ്ങളെ കുത്തിക്കൊണ്ടിരിക്കും. മരണഭയത്താൽ നിങ്ങൾ പിടിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് മരണഭയത്തിൽ നിന്ന് മോചനം പ്രാപിച്ച്, പാപമോചനം പ്രാപിച്ച്, സ്വാതന്ത്ര്യമുള്ള ഒരു സ്വസ്ഥമായ ജീവിതം ഈ ലോകത്തിൽ അനുഭവിച്ച് നിത്യതയിൽ ദൈവത്തോടുകൂടെ ആയിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ, ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ കർത്താവായ യേശുക്രിസ്തു നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. കേട്ട് ഗ്രഹിച്ച് തീരുമാനമെടുക്കുവാനുള്ള സമയം നിങ്ങൾക്കായിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിലെ ക്രൂശിൽ തകർക്കപ്പെട്ട റോമൻ പടയാളികളാൽ തകർക്കപ്പെട്ട മരിച്ച യേശുക്രിസ്തുവിന്റെ മരണം എന്റെ പാപത്തിന് പ്രായശ്ചിത്തമായിരുന്നു എന്ന് നിങ്ങളുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ഈ മരണത്തെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ എന്റെ കർത്താവായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ഏറ്റുപറയുകയാണ് എങ്കിൽ, യേശുക്രിസ്തു നിങ്ങളെ സൗജന്യമായി, അല്ലെങ്കിൽ നിങ്ങളുടെ പണം ആവശ്യമില്ല, നിങ്ങൾ മുട്ടേ നിൽക്കണ്ട, നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ചെയ്യുന്നത് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ, നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി തീർന്ന യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് ഹൃദയത്തെ കർത്താവായി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും.
ഈ ആത്മീയ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ഏറ്റവും സന്തോഷമുള്ള ഒരു വിഷയമാണ് മരണത്തെ. യേശുക്രിസ്തു, നമ്മൾ ഇങ്ങനെ തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട് ബൈബിളിൽ, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ളത് ഇതാണ്: നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട, നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിനു വേണ്ടി ക്രൂശിക്കപ്പെട്ട, മരിച്ചുയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം നിങ്ങൾ കേൾക്കുവാൻ ഇടയാക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേട്ട നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുന്നതിൽ ഏറ്റവും സന്തോഷമുണ്ട്. അതിനൊരു പൈസ പോലും പണം മുടക്കില്ല, യാതൊരു തരത്തിലുള്ള ചെലവുകളില്ല. നിങ്ങളൊന്നു മാത്രം ചെയ്യുക: നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കും.